ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചില ബേക്കറികളിലൊക്കെ ചില്ലികൂട്ടിലൊക്കെ വെച്ചിട്ടുള്ള കേക്ക് റസ്ക് എന്നും ടീ റസ്ക് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ഐറ്റം ആണ്. നല്ല സോഫ്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ടീ റസ്ക് ആണിത്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കൂട്ടി കഴിക്കാൻ, വൈകുന്നേരങ്ങളിൽ മാത്രമല്ല എപ്പോഴും എടുത്ത് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ടീ റസ്ക് ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഓവനും ബീറ്ററോ ഒന്നും ഇല്ലാതെ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഹോം ബേക്കേഴ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ടാണെങ്കിൽ നല്ലൊരു ഐറ്റം ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റസ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സാധാരണ അലൂമിനിയം പാത്രമില്ലേ, അതാണിത്. റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ സാധാരണ പോലെ തന്നെ 5 മിനിറ്റ് ചൂടാക്കി എടുക്കാം. ആ സമയത്ത് നമുക്ക് ട്രേ ഒന്ന് എടുക്കാം. ഇത് 7 ഇഞ്ച് വരുന്ന ഒരു സ്ക്വയർ ട്രേ ആണ്. 7 ഇഞ്ചോ 8 ഇഞ്ചോ എടുക്കാം. ഇപ്പോൾ വീട്ടാവശ്യത്തിനെ കാണുന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിരുന്നാലും മതി. റൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ബട്ടർ പേപ്പർ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ചിട്ട് കുറച്ച് മൈദ തൂക്കിയിട്ട് ഒന്ന് തട്ടി കൊടുത്തിരുന്നാൽ മതി. അതൊരു ബട്ടർ പേപ്പറിൻ്റെ എഫക്റ്റ് ചെയ്യും. നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അത് അടിച്ച് അതിൻ്റെ ഒരു വൈറ്റ് കളറിലേക്ക് വരുന്ന വരെ നമുക്ക് പതപ്പിച്ചെടുക്കാം. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് അടിച്ചെടുത്തിരുന്നാൽ മതി. നന്നായിട്ടൊന്ന് അടിച്ച് ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊന്ന് ഒന്നുകൂടെ ഒന്ന് പതഞ്ഞും വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇല്ലേ, അത് ഇട്ട് കൊടുത്തിരുന്നാലും മതി. കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ബട്ടർ ആണെങ്കിൽ ഒരു 80 ഗ്രാമൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് ഒരുപാട് സമയം അടിക്കണ്ട, എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ഇടുവാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ മൈദയാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി അങ്ങ് അരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മൈദ കപ്പിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ അങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് മാറ്റി വെച്ച മൈദയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-12 ഉണക്കമുന്തിരിയാണ്. അത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. കേക്ക് റസ്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം എളുപ്പം ചെറുതായിട്ട് കിടക്കുമ്പോഴാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 കാഷ്യൂനട്ട് ക്രഷ് ചെയ്തെടുക്കാം. അതും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്ത് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കേക്ക് റസ്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യുമ്പം കേക്ക് റസ്കിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതും നമ്മുടെ ബാറ്ററിലേക്ക് അങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾക്ക് വിനീഗറോ പാലോ ഒന്നും ചേർക്കരുത്. ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കണം. ഇതിപ്പോൾ ഞാൻ എടുത്ത മുട്ട ഇച്ചിരി വലിപ്പം കൂടിയ മുട്ടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുണ്ട്. ഇതിനെ കഴിഞ്ഞും ശകലം കൂടെ തിക്കായിട്ടിരിക്കുകയാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അടിയിൽ പോയി സെറ്റിൽ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓയിലിന് പകരം ബട്ടറാണ്, അതായത് സോഫ്റ്റനായിട്ടുള്ള ബട്ടർ, മെൽറ്റഡ് ബട്ടർ എടുക്കരുത്. സോഫ്റ്റനായിട്ടുള്ള ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും. സാരമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹോൾസ് വരും നമുക്ക് കേക്ക് റസ്ക് ഉണ്ടാക്കുന്ന സമയത്ത്. ഇത് മതി. നമ്മുടെ ഓവൻ സെറ്റപ്പ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 to 30 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി. പിന്നെ ടൈമൊക്കെ ഓവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കേക്കിൻ്റെ മണം വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കണം. പല സ്ഥലങ്ങളിലായിട്ട് കുത്തി നോക്കണം. അപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു പാകം ഉണ്ടല്ലോ, അതാകുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാം. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. സൈഡിൽ കൂടെ കത്തി ഒന്ന് ഓടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം.
ചെറിയ ചൂടുണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പകുതി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉൾഭാഗമൊക്കെ നല്ലൊരു വൈറ്റ് കളറിലാണ് കേട്ടോ ഉള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചൊക്കെ അടിയിലോട്ടാണ് ഉള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കേക്ക് റസ്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ നട്ട്സ് ഇങ്ങനെ ആയിട്ട് അത് ഒരു പ്രത്യേക ഭംഗിയാണ്. ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയായി പോകരുത്, എന്നാൽ ഒരുപാട് തിന്നും ആവേണ്ട. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയല്ലോ, പിന്നെ നമുക്കൊരു 5-6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് റസ്ക് ആയിട്ട് വരാൻ സമയമെടുക്കും. അതുമാത്രമല്ല ചിലപ്പം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഒരു തിക്നെസ് പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഞാനൊരു 7 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതും നമുക്കെടുത്ത് അതേപോലെ കട്ട് ചെയ്ത് വെക്കാം. എല്ലാം നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതാ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൊത്തത്തിൽ ഒരു 24 പീസായിട്ടോ അല്ലെങ്കിൽ ഒരു 28 പീസായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. എണ്ണം കൂടുതലാണ് വേണ്ടതെങ്കിൽ വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഒരു സാധാരണ നമ്മുടെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന പ്ലേറ്റില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ പീസസ് എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇത് ഒറ്റൊരു പ്ലേറ്റ് മാത്രം മതി. ആദ്യത്തെ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ഇതിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു 8 പീസ് വെച്ചിട്ടുണ്ട്. ഇതിപ്പം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. കുക്കിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇടണമെന്ന് പറയില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തു. ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. കാരണം ടൈം കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം തീയുടെ ചൂടിനനുസരിച്ച് കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പം തുറന്നു നോക്കാം. ഓവനിലാണെങ്കിലും ഇതേപോലെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് കൊടുക്കും. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. അത് കേക്ക് പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കും ബേക്കായിട്ട് വരാൻ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ സൈഡിൽ ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ ഇതേ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന ആ സൈഡ് ആയിട്ടുണ്ടാവും. നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വെച്ചിട്ട് അലാം വെക്കാൻ മറന്നു പോകല്ലോ കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും ചിലപ്പം. അങ്ങനെ ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വെച്ച അത് 15 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ. നമ്മളൊന്ന് തുറന്ന് നോക്കണം. ആ സൈഡൊന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് നോക്കണം കേട്ടോ. ഒരെണ്ണം മറിച്ചിട്ട് നോക്കിയാൽ മതി, ബാക്കിയെല്ലാം അതേപോലെ തന്നെ ആയിട്ടുണ്ടാവും. ഇനി ഇത് ഇപ്പം നമ്മൾ ഈ ഓവൻ സെറ്റപ്പിനകത്തൊന്നും പുറത്തോട്ട് എടുക്കരുത്. ഇത് ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ തൊടുന്ന സമയത്ത് അങ്ങനെ ഹാർഡായിട്ടുണ്ടാവില്ല കേട്ടോ. അത് കണ്ടിട്ട് പേടിക്കണ്ട. തണുത്ത് കഴിയുമ്പം നല്ല ഹാർഡായിക്കോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇപ്പോഴും ഇത് അത്ര കട്ടിയായിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് എടുത്ത് ചൂടോടുകൂടി തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ ഓവൻ സെറ്റപ്പ് ഒന്നുകൂടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി അതേ പ്ലേറ്റിലേക്ക് തന്നെ നമ്മൾ അടുത്ത സെറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയും കളറായാൽ മതി കേട്ടോ. നേരത്തെ അത് ഇച്ചിരി കൂടുതൽ ആയിട്ടുണ്ടായിരുന്നു, അത്രയും ആവണമെന്നില്ല. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. മറിച്ചിട്ട് കൊടുക്കാം. അതും ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. രണ്ടാമത് മറിച്ചിട്ടിട്ട് വെക്കുമ്പോൾ നേരത്തെ അത്രയും ടൈം വേണ്ടി വരില്ല കേട്ടോ. കാരണം ഓൾറെഡി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം മതിയാകും. എല്ലാ സൈഡും ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് നോക്കുകയാണ്. ഇനി നമുക്ക് 5 മിനിറ്റ് ഇതേപോലെ നേരത്തെ പോലെ തന്നെ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. അതുകൊണ്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് നല്ലതുപോലെ ഹാർഡായിട്ടുണ്ടാകും. കുറച്ചുകൂടെ ഇരിക്കുമ്പോൾ തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹാർഡാകും. കണ്ടില്ലേ, കൊട്ടുന്ന സമയത്ത് മനസ്സിലാവുന്നില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റും ഇതേപോലെ തന്നെ വെച്ചെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കൊണ്ട് ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പെട്ടെന്നായി കിട്ടും കേട്ടോ. ആയിട്ടുള്ള കേക്ക് റസ്കുകൾ ഇപ്പം തന്നെ നല്ല കട്ടിയായിട്ടുണ്ട്. നല്ലൊരു മണം കേട്ടോ. വീട് മുഴുവനും ഒരു പ്രത്യേക സ്മെല്ലാണ്. റസ്കിൻ്റെ സ്മെല്ലൊന്നുമല്ല, കേക്ക് ഇങ്ങനെ നല്ല മുരിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു മണമില്ലേ, അതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കും ഓവൻ ഇല്ലാണ്ട് ഇതുപോലെ കേക്കിൻ്റെ റസ്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമെന്ന്. ഇത് പിന്നെ നമ്മളിത് തുറന്ന് ഇങ്ങനെ വെക്കരുത് ഒരുപാട് സമയം. കുറച്ച് സമയം വെച്ചതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് പുറത്ത് തന്നെ വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. കുറേ കാലം സൂക്ഷിച്ച് വെക്കാം, 1 മാസം വരെ. ഇത് പക്ഷേ നമ്മൾ ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കി നമ്മൾ 2 ദിവസം കൊണ്ട് അടിച്ച് തിന്ന് തീർത്ത് കളയും. അത്ര ടേസ്റ്റാണിത്. ഇപ്പോൾ നമ്മുടെ മൊത്തം കേക്ക് റസ്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇവിടെ എടുത്ത് വെക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ബേക്കറിയിൽ റസ്കൊക്കെ എടുത്ത് വെച്ച പോലെ ഉണ്ടല്ലോ. ആദ്യത്തെ സെറ്റ് ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നത്തെ സെറ്റ് കുറച്ചുകൂടെ തിക്നെസ് കുറച്ചിട്ട് വെച്ചതാണ് കേട്ടോ. കുറച്ച് എണ്ണം കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഒരു തിക്നെസ്സാണ് നല്ലത്. ഒരുപാട് തിന്നാവുന്നതിലും ടേസ്റ്റ് ഈ ഒരു തിക്നെസ്സാണ്. കണ്ടോ, നല്ല മുരിഞ്ഞല്ലേ ഇരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ, മണവും രുചിയും ഒരു രക്ഷയില്ല. കേക്ക് റസ്ക് കഴിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ജീരകം ഇടും, നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 എന്നുള്ള ജീരകം ഇടാം. പക്ഷേ എനിക്ക് ആ ജീരകം കടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പക്ഷേ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടി ഇങ്ങനെ കടിക്കാൻ കിട്ടുമുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഇത് നമ്മൾ രണ്ടാമത് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങിയിട്ട് ഇച്ചിരി ഒരു കട്ടിയായിട്ടുണ്ടാവും. നമ്മുടെ സാധാരണ സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാവുക, അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുതേ. നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഇതുപോലത്തുള്ള പാക്കറ്റിൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ സിപ്ലോക്ക് കവറിലാണ് എടുക്കുന്നത്. സിപ്ലോക്ക് ഉണ്ടെങ്കിൽ അതിലെടുക്കാം. എയർ കടന്നിട്ടുണ്ടെങ്കിൽ തണുത്തു പോകും, അപ്പോൾ ഈ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ടീ റസ്ക് ഒരു മീഡിയം സൈസുള്ള വലുപ്പം, ആദ്യം ഞാൻ കട്ട് ചെയ്ത വലുപ്പത്തിലുള്ളതാണെങ്കിൽ ഒരു പീസിന് ഒരു 15 രൂപയൊക്കെ വാങ്ങിക്കാം. മൊത്തത്തിലുള്ള കേക്ക് റസ്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു 300-350 റുപ്പീസൊക്കെ വാങ്ങിക്കാം. എന്നാൽ നമ്മൾ രണ്ടാമതും ബേക്ക് ചെയ്തൊക്കെ എടുക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് കൂടുതൽ ടൈമും എടുക്കും, ഫ്യൂൽ കൺസംഷനും കൂടുതലാണ്. ശരിക്കും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അത് കേക്കൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ ഈ ഒരു തരത്തിലൊന്ന് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ വീട്ടിൽ ഒരുപാട് കാലം സൂക്ഷിച്ചും വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പം എല്ലാവർക്കും വാങ്ങാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങിക്കും, കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല ബേക്കറികളിലൊക്കെ സപ്ലൈ ചെയ്യാനും പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലെ ബാക്കിയുള്ളത് കുപ്പിയിൽ ഭരണിയിൽ ഇട്ട് വെക്കുകയാണ്. കുപ്പിയിലോ പ്ലാസ്റ്റിക്കിലോ ഏതിലേലും ഇട്ട് വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.